ഇപ്പോൾ സാമൂഹ്യ മാധ്യമം അടക്കം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് കാവ്യമാരൻ. കാവ്യമാരൻ്റെ പേര് അത്രയധികം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്നാൽ പോലും ഇപ്പോൾ IPL ഒക്കെ തുടങ്ങുമ്പോഴാണ് കുറച്ചധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്നവരൊക്കെ ഒരു സുന്ദരി കുട്ടി തന്നെയാണ് കാണുന്നത്. ഈ സുന്ദരിക്കുട്ടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ശരിക്കും ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കോടികളുടെ ആസ്തിയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ, മറ്റധികം സംരംഭങ്ങൾ, അതിനു പുറമെ തമിഴ്നാടിൻ്റെ വലിയൊരു ആസ്തി തന്നെ ഈ കുട്ടിയുടെ കയ്യിലിപ്പോൾ ഉണ്ട്. കലാനിധിമാരൻ്റെ ഒരേ ഒരു പുത്രി, സൺ പിക്ചേഴ്സിൻ്റെ ഉടമ. അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയാണ് ഈ പെൺകുട്ടി. 400 കോടിയിലധികം സ്വത്ത് ഈ പെൺകുട്ടിക്ക് മാത്രമുണ്ട്. വിജയുടെ സർക്കാർ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സൺ പിക്ചേഴ്സ് അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ അച്ഛൻ്റെ കൈപിടിച്ച് ഈ പെൺകുട്ടി എത്തിയപ്പോൾ സാമൂഹിക മാധ്യമം അടക്കം ഇവളുടെ മുഖത്തെയായിരുന്നു അന്ന് ഫോക്കസ് ചെയ്തത്. വിജയുടെ പ്രസംഗത്തിൽ പോലും ഈ കുട്ടിയുടെ ചിത്രം അങ്ങ് പാറി പറക്കുകയായിരുന്നു. അങ്ങനെയാണ് തമിഴ് ലോകം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് ലോകം തന്നെ ഈ പെൺകുട്ടിയെ ആരാണെന്ന് തിരയുന്നത്. കലാനിധിമാരൻ്റെ ഒരേ ഒരു പുത്രി കാവ്യമാരൻ. ഇന്ത്യയുടെ ശതകോടീശ്വരരായ അംബാനി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ കൂടിയായ നിത അംബാനിക്കൊപ്പം നിൽക്കുന്ന ഈ ചെറുപ്പക്കാരി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കൈയടികൾ മേടിക്കുകയാണ്. പെൺകുട്ടിയുടെ ഗട്ട്സിനെ അനുമോദിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തുമ്പോഴും കുട്ടി ഇപ്പോൾ നേടിയെടുക്കുന്ന സ്വത്തുക്കളും കണക്കുകളും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കാം. ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്തായിരിക്കാം എന്ന് കാണിച്ചു തരുന്ന നമ്മൾ ആൺകുട്ടികൾ പോലും തലയുയർത്തി നോക്കാൻ പേടിക്കുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് കാവ്യമാരൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലേക്കുള്ള മെഗാ താരലേലം ഇന്നലെ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് നടന്നിരുന്നത്. അപ്രതീക്ഷിത നീക്കങ്ങളുമായി 10 ടീമുകൾ കളം നിറയുമ്പോൾ വേദിയിൽ താരമായത് സൺറൈസേഴ്സിന്റെ ഹൈദരാബാദ് ഉടമയായ കാവ്യമാരൻ തന്നെയാണ്. മാരൻ കുടുംബത്തിലെ സുപ്രധാന സംരംഭകയാണ് സൺറൈസേഴ്സ് CEO കാവ്യമാരൻ. കാവ്യയുടെ പിതാവ് കലാനിധിമാരൻ സൺ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ്. 2018 സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ CEO സ്ഥാനം കാവ്യ ഏറ്റെടുക്കുന്നത്. കാവ്യക്കൊപ്പം തന്നെ കലാനിധിമാരനും ഹൈദരാബാദ് ടീമിന്റെ സഹ ഉടമയാണ്. സൺറൈസേഴ്സ് CEO എന്ന സ്ഥാനത്തിന് പുറമെ നിലവിൽ സൺ TV നെറ്റ്വർക്കിന്റെ ബിസിനസ് ഓപ്പറേഷൻസും കാവ്യയുടെ ചുമതലയിൽ തന്നെയാണ്. ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ കാവ്യ UK വാർവിക് ബിസിനസ് സ്കൂളിൽ നിന്നും MBAയും സ്വന്തമാക്കി. 409 കോടി രൂപയാണ് കാവ്യമാരന്റെ ഇപ്പോഴത്തെ ആസ്തി. കാവ്യയുടെ പിതാവ് കലാനിധിമാരൻ കാവ്യയുടെ പിതാവ് കലാനിധിമാരന് 19,000 കോടിയുടെ ആസ്തിയുണ്ട്. കാവ്യയുടെ മാതാവ് കാവേരി മാരൻ സോളാർ TV കമ്മ്യൂണിറ്റി CEO ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതകളിൽ ഒരാളാണ് ഇവർ. 32 വയസ്സുകാരിയായ ഈ പെൺകുട്ടി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് നമുക്ക് സ്വപ്നം കാണാനാകാത്തതിനപ്പുറമായിട്ടുള്ള സ്വത്തുക്കളും സ്ഥാനമാനങ്ങളുമാണ്.